ഹലോ ആൻഡ് വെൽക്കം ടു ഡോക്കന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എംബ്രിയോളജിയുടെ പാർട്ട് 2 നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ഓഫ് നമ്മളുടെ സെൽ ഡിവിഷൻ, മൈറ്റോസിസ്, മിയോസിസ്, മെൻസ്ട്രൽ സൈക്കിള്, പിന്നെ അതേപോലെ ബേസിക്സ് ഓഫ് ഇംപ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമ്മൾക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മളുടെ എംബ്രിയോവിന് എന്തൊക്കെ ചേഞ്ചസ് വരും, അതെങ്ങനെ ഒരു ഫീറ്റസ് ആയി മാറും. അപ്പോൾ അതിൻ്റെ മെയിൻ സ്റ്റേജസ് ആയ പ്രിമിറ്റീവ് സ്ട്രിക് ഫോർമേഷൻ, ഗ്യാസ്ട്രുലേഷൻ, പിന്നെ അതിൻ്റെ 3 ജേം ലെയേഴ്സ്, നമ്മളുടെ എൻഡോമെട്രം, മീസോഡോം ആൻഡ് അക്ടോഡോം, ഈ 3 സാധനങ്ങൾ എന്തായി മാറുന്നു, അതെങ്ങനെ ഒരു പുതിയൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ജീവിയായിട്ട് എങ്ങനെ മാറുന്നു എന്ന് നമുക്കിതിൽ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നമ്മുടെ ഇംപ്ലാന്റേഷൻ്റെ സ്റ്റേജസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതിൽ നിന്ന് ഡേ 4 നമ്മളുടെ മോറുല യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത് വരുന്നത്. അപ്പോൾ യൂട്രസിൻ്റെ അകത്തേക്ക് ഫാലോപ്പിയൻ ട്യൂബ് വഴി നമ്മുടെ മോറിൽ എത്തുന്നത് 4ാമത്തെ ദിവസമാണ്. അവിടെ നിന്ന് ആ മോറില ഇംപ്ലാന്റ് ആകുന്നതിന് മുമ്പായിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമായി മാറും. അപ്പം മോറില നമ്മൾക്കറിയാം ഒരു ക്ലംപ് ഓഫ് സെൽസ് ആണ്, ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ ഒരു റാസ്ബെറി പോലെ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുകയാണ്. അത് ഒരു സിസ്റ്റ് എന്ന് വെച്ചാൽ കുരു എന്നുള്ളൊരു വാക്ക്. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഇന്നർ സെൽ മാസും മറ്റൊരു ഭാഗത്തായിട്ട് ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ആയിട്ട് വരുന്നതിനാണ് നമ്മൾ ഈ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റ് അതിൻ്റെ അകത്ത് ഈ ഇന്നർ സെൽ മാസ് നമ്മളുടെ എംബ്രിയോ ബ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് നമ്മളുടെ എന്താ പറയുന്നത്, ഇതിൻ്റെ ചുറ്റുമുള്ള ഈ ഔട്ടർ ലെയർ ഓഫ് സെൽസ് ട്രോഫോബ്ലാസ്റ്റോയി മാറുന്നു. അപ്പോൾ ഈ എംബ്രിയോ ബ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? എംബ്രിയോ ബ്ലാസ്റ്റ് ഇറ്റ് വിൽ ബിക്കം ദി എംബ്രിയോ, പേരിൽ തന്നെയുണ്ട്. പിന്നെ ട്രോഫോബ്ലാസ്റ്റ് ബേസിക്കലി പ്ലസൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്, ട്രോഫോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഒരു എംബ്രിയോയിന് വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഈ എംബ്രിയോയിലേക്ക് കൈമാറുന്ന ഓർഗനാണ് പ്ലസൻ്റ. പിന്നെ അതേപോലെ കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഈ പ്ലസൻ്റ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാസൻ്റ ഫോം ചെയ്യുന്നത് നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ ഓഫ് ദിസ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ആൻഡ് ദി എംബ്രിയോ ഇസ് ഫോംഡ് ഓൺ ദി ഇന്നർ സെൽ മാസ് വിച്ച് ബിക്കംസ് ദി എംബ്രിയോ ബ്ലാസ്റ്റ്. അപ്പോൾ എംബ്രിയോ ബ്ലാസ്റ്റായി മാറുന്ന ആ ഒരു ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ എന്നത്. എന്നിട്ട് ഈ ട്രോഫോബ്ലാസ്റ്റ് ഡേ 9 ട്രോഫോബ്ലാസ്റ്റ് സൈറ്റോട്രോഫോബ്ലാസ്റ്റും സിൻസീസിയോട്രോഫോബ്ലാസ്റ്റുമായി മാറുന്നു. സൈറ്റോട്രോഫോബ്ലാസ്റ്റ് ആൻഡ് സിൻസീഷിയോട്രോഫോബ്ലാസ്റ്റ്. അപ്പോൾ ഈ സൈറ്റോട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സെൽസിനും ഒരു ന്യൂക്ലിയസ് ഉള്ളൂ, ഒരു സെല്ലിന് ഒരു ന്യൂക്ലിയസ് വെച്ച്. പക്ഷേ ഈ സിൻസീഷിയോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സിൻസീഷ്യം ഫോർമേഷൻ. ഒരു സെല്ലിന് പല ന്യൂക്ലിയസ്, 5-6 ന്യൂക്ലിയസ് വരുന്നതിനാണ് നമ്മൾ സിൻസീഷ്യം ഫോർമേഷൻ. അപ്പോൾ പല ന്യൂക്ലിയസ് ആയിട്ടുള്ള ഫോം ചെയ്യുന്ന ആ സാധനങ്ങളാണ് അല്ലെങ്കിൽ ആ സെല്ലുകളാണ് നമ്മുടെ പ്ലസൻ്റ് ആയിട്ട് ഈ എൻഡോമെട്രിയൽ ലെയർ അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ അകത്തേക്ക് പ്ലസൻ്റ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. കാരണം ഈ എൻഡോമെട്രിയവും ഈ പ്ലസൻ്റയും കൂടി ഒരു ഇൻ്റർ മിംഗ്ലിങ്, നമ്മുടെ വിരലുകൾ ഇങ്ങനെ കൂടിച്ചേരുന്നത് പോലെ ഉള്ള രീതിയിൽ ഒരു ഇൻ്റർ മിംഗ്ലിങ് വന്നിട്ടാണ് അമ്മയിൽ നിന്ന് കൊച്ചിലേക്ക് ന്യൂട്രിയൻസും ഗേഷ്യസ് എക്സ്ചേഞ്ചും എല്ലാം നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേജസ് ആയി മാറുന്നു. അപ്പോൾ ഈ സൈറ്റോട്രോഫോബ്ലാസ്റ്റ് ഒരു സ്ട്രക്ചറൽ ബേസ് ആവുന്നു. ആൻഡ് സിൻസീഷിയോട്രോഫോബ്ലാസ്റ്റ് ഒരു ഗ്യാസ് ആൻഡ് ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച്, പിന്നെ അതേപോലെ ഹോർമോൺ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അവസാനം ഈ എംബ്രിയോ ബ്ലാസ്റ്റ് നമ്മുടെ എപ്പിബ്ലാസ്റ്റും ഹൈപ്പോബ്ലാസ്റ്റും എന്ന് പറഞ്ഞ 2 ഭാഗങ്ങളാവുന്നു. അപ്പോൾ എപ്പിബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള, എപ്പി എന്ന് വെച്ചാൽ മുകളിലുള്ളത്, ഹൈപ്പോ എന്ന് വെച്ചാൽ താഴെ അല്ലെങ്കിൽ കുറവ് എന്നുള്ളൊരു മീനിങ്. അപ്പോൾ എപ്പിബ്ലാസ്റ്റ് ഇതിൻ്റെ പൊക്കത്തെ ഭാഗത്തിലും പിന്നെ ഹൈപ്പോബ്ലാസ്റ്റിൻ്റെ താഴത്തെ ഭാഗത്തിലും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഈ ഹൈപ്പോബ്ലാസ്റ്റ് വെൻട്രലി ലൊക്കേറ്റഡും എപ്പിബ്ലാസ്റ്റ് ഡോർസലി ലൊക്കേറ്റഡും. ഡോർസൽ ഓർക്കാനായിട്ടൊരു സിമ്പിൾ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സ്രാവ് അല്ലെങ്കിൽ ഒരു ഷാർക്കിനെ ഓർത്താൽ മതി. അപ്പോൾ ഷാർക്കിൻ്റെ പൊക്കത്തായിട്ട് ഈ വെള്ളത്തിൻ്റെ പൊക്കത്തൂടെ ഇങ്ങനെ വരുന്ന ഒരു ഫിൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ജോസ് സിനിമയിലും എല്ലാത്തിലും കാണുന്നത്. അപ്പോൾ ഫിന്നിനെ വിളിക്കുന്നത് നമ്മൾ ഡോർസൽ ഫിൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഡോർസൽ എന്ന് പറഞ്ഞാൽ പുറം എന്നുള്ളൊരു മീനിങ്. അപ്പോൾ എപ്പിബ്ലാസ്റ്റ് എംബ്രിയോയുടെ പുറമായി മാറുന്നു. ആൻഡ് ഹൈപ്പോബ്ലാസ്റ്റ് എംബ്രിയോവിൻ്റെ അടിഭാഗമായി മാറുന്നു, അല്ലെങ്കിൽ മുമ്പിലത്തെ ഭാഗമായിട്ട് മാറുന്നു. അടിഭാഗമല്ല, മുമ്പിലത്തെ ഭാഗം. അപ്പോൾ അങ്ങനത്തെ 2 രീതിയിൽ നമ്മൾ ഡിവിഷൻസ് വരുന്നു. ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതിൻ്റെ അത് ഇപ്പോൾ നമ്മൾ ഈ ഡോർസൽ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറം ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി എ ബ്ലൂയിഷ് കളർ. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ എപ്പിബ്ലാസ്റ്റ് വരുന്നത്. ആൻഡ് താഴത്താണ് നമ്മുടെ വെൻട്രൽ ഭാഗം, അവിടെ നമ്മളുടെ ഹൈപ്പോബ്ലാസ്റ്റ് ഫോം ചെയ്യുന്നു. ഇതെന്തായാലും മാറുമെന്ന് നോക്കാം. അപ്പോൾ ഈ എപ്പിബ്ലാസ്റ്റ് നമ്മളുടെ ആംനിയോട്ടിക് ക്ലാവിറ്റിയുടെ ഫ്ലോറായി മാറുന്നു. അപ്പോൾ എപ്പിബ്ലാസ്റ്റ് നമുക്കറിയാം പൊക്കത്താണ്. പൊക്കത്ത് ഈ നീല നിറമാണ്, അല്ലെങ്കിൽ നീല നിറത്തിലുള്ള ഏരിയയാണ് നമ്മളുടെ ആംനിയോട്ടിക് ക്യാവിറ്റിയായി മാറുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ യോക്ക് സാക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മുട്ട നോക്കുകയാണെങ്കിൽ മുട്ടയ്ക്കകത്തുള്ള വെള്ള ഭാഗമുണ്ട്, പിന്നെ അതേപോലെ നമ്മളുടെ മഞ്ഞ ഭാഗമുണ്ട്. ഈ മഞ്ഞേനെ നമ്മൾ യോക്ക് എന്ന് പറയും. അതേപോലെ നമ്മളിലും ഈ ഒരു പ്രിമിറ്റീവായിട്ടുള്ള ഒരു യോക്ക് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഡീജനറേറ്റ് ചെയ്ത് പോകും.
അപ്പോൾ ആ ഒരു യോക്ക് സാക്കിൻ്റെ മുകൾ ഭാഗമായിട്ട് നമ്മളുടെ ഹൈപ്പോബ്ലാസ്റ്റ് വരുന്നു. ആൻഡ് ആംനിയോട്ടിക് ക്യാവിറ്റീൻ്റെ താഴെ ഭാഗമായിട്ട് നമ്മളുടെ എപ്പിബ്ലാസ്റ്റ് വരുന്നു. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഈ സെല്ലിന് അല്ലെങ്കിൽ ഈ സിറ്റുവേഷനെ നമ്മൾ പറയുന്നത് ബൈലാമിനർ ഡിസ്ക്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ മുകളിലൊരു എപ്പിബ്ലാസ്റ്റ് ലെയറും താഴെ ഒരു ഹൈപ്പോബ്ലാസ്റ്റ് ലെയറും, അപ്പോൾ 2 ലെയറാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ബൈലാമിനർ എംബ്രിയോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 ലെയറായി മാറുന്നു. അവസാനം എന്ത് സംഭവിക്കും? ഇത് 3 ലെയറായിട്ട് മാറണം. അപ്പോൾ ആ 3 ലെയറായിട്ട് മാറുമ്പോഴാണ് നമ്മളുടെ ജേം ലെയേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ എൻഡോഡം, മീസോഡം, എക്ടോഡമായി ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജാണ് ഈ പ്രിമിറ്റീവ് സ്ട്രീക്ക് ഫോർമേഷൻ. അപ്പോൾ നോക്കാം എന്താണ് പ്രിമിറ്റീവ് സ്ട്രീക്ക്. ഇവിടെ നിങ്ങൾ ഈ ഡയഗ്രാമിൽ നോക്കുവാണെങ്കിൽ നമ്മളുടെ എപ്പിബ്ലാസ്റ്റിൻ്റെ ലെയറുകൾ ഇങ്ങനെ അകത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അകത്തേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ അല്ലെങ്കിൽ ഒരു കുഴിവ് പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്നു, ഒരു വര പോലെ ഫോം ചെയ്യുന്നു. ഒരു സ്ട്രീക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതിന് ഒരു വര. അപ്പോൾ ഈ സെല്ലുകൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പൊക്കത്തുള്ള സെല്ലുകൾ ഇതിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പൊക്കത്തുള്ള എപ്പിബ്ലാസ്റ്റ് സെല്ലുകൾ നേരെ താഴത്തേക്ക് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫോം ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മളുടെ മീസോഡേം പോലത്തെ ലെയേഴ്സ് ഫോം ചെയ്യും. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ the primitive streak is the structure that appears on the dorsal surface of the epiblast at week 3 of the embryonic development, marking the beginning of gastrulation and the formation of the 3 germ layers. അപ്പോൾ നമ്മൾ ഈ പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ എപ്പിബ്ലാസ്റ്റിൻ്റെ പൊക്കത്തായിട്ട് ഇങ്ങനെ വരുന്നൊരു കുഴി പോലത്തെ ഭാഗമാണ്. അപ്പോൾ ആ വരുന്നത് ആഴ്ച 3rd വീക്കിലാണ്. അവിടെ നിന്ന് ഈ അകത്തേക്ക് പോയിട്ടാണ് നമ്മളുടെ 3 ലെയേഴ്സായിട്ട് ഫോം ചെയ്യുന്നത്. അതുവരെ 2 ലെയറാണ്. ഈ പ്രിമിറ്റീവ് സ്ട്രീക്ക് ഫോർമേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇത് 3 ലെയേഴ്സ് ആവുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൺ ദി ഡോർസൽ സർഫസ് ഓഫ് ദി എപ്പിബ്ലാസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിമിറ്റീവ് സ്ട്രീക്ക് പൊക്കത്തായിരിക്കും വരുന്നത്. അപ്പോൾ പുറം ഭാഗത്തായിട്ട് ഡോർസൽ സ്ട്രീക്ക് ഫോം ചെയ്യുന്നു, പ്രിമിറ്റീവ് സ്ട്രീക്ക് ഫോം ചെയ്യുന്നു. ആൻഡ് ദെൻ അവിടെ നിന്ന് ഈ പ്രിമിറ്റീവ് സ്ട്രീക്കാണ് ശരിക്കും നമ്മളുടെ ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു ബൈലാട്രൽ സിമെട്രി ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു മനുഷ്യൻ നോക്കുവാണെങ്കിൽ ലൈക്ക് ഇങ്ങനെ കയ്യും കാലും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഒരു മനുഷ്യനെ വേണമെങ്കിൽ നമുക്ക് ഈക്വലി സെൻറ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്യാം, അല്ലേ? അപ്പോൾ നമ്മളൊരു മിറർ നടുക്ക് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും യൂഷ്വലി ഒട്ടുമിക്കവരുടെയും ഈക്വൽ അല്ലെങ്കിൽ സിമെട്രിക്കലായിരിക്കും. അപ്പോൾ ആ സിമെട്രി ഒക്കെ ഫോം ചെയ്യുന്നത് ഈ പ്രിമിറ്റീവ് സ്ട്രീക്കിൽ നിന്ന്. കാരണം ഇവിടെ നിന്നാണ് നമ്മളുടെ ബോഡീൻ്റെ ലെഫ്റ്റും റൈറ്റും ഭാഗം ഫോം ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ പ്രിമിറ്റീവ് സ്ട്രീക്ക് തുടങ്ങുന്നത് കോഡൽ എൻഡിലും ആൻഡ് എൻഡ് ചെയ്യുന്നത് സെഫാലിക് എൻഡിലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല് ഭാഗം അല്ലെങ്കിൽ താഴെ ഭാഗം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് തലയുടെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് പോകും. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങി പൊക്കത്തേക്ക് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്താണ് ഇത് മൂവ് ചെയ്യുന്നത്. ആ പ്രോഗ്രസ് ചെയ്യുന്തോറും ഇങ്ങനെ സെല്ലുകൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് അവസാനം ഇതൊരു ഗ്യാസ്ട്രുലേഷൻ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ഈ ഒരു പ്രിമിറ്റീവ് സ്ട്രീക്ക് നിൽക്കുന്നു. അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ പ്രിമിറ്റീവ് സ്ട്രീക്കിൻ്റെ ഭാഗങ്ങൾ ആദ്യം നോക്കാം. അപ്പോൾ പ്രിമിറ്റീവ് സ്ട്രീക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു പ്രിമിറ്റീവ് ഗ്രൂവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്രിമിറ്റീവ് ഗ്രൂവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ ആ ഒരു കുഴിവാണ്. ആ കുഴിവിൽ കൂടെയാണ് നമ്മളുടെ സെല്ലുകൾ അല്ലെങ്കിൽ എപ്പിബ്ലാസ്റ്റിൻ്റെ സെല്ലുകൾ താഴത്തേക്ക് പോകുന്നത് ഡ്യൂറിങ് ഗ്യാസ്ട്രുലേഷൻ. അത് കഴിഞ്ഞിട്ട് പ്രിമിറ്റീവ് നോട്ട് എന്ന് പറഞ്ഞൊരു സാധനം. പ്രിമിറ്റീവ് നോട്ടാണ് നമ്മളുടെ ഈ താഴത്ത് വന്നിരിക്കുന്ന ഒരു ഭാഗം, എന്താ പറയുക, ഹെൻസൻസ് നോഡ്. അപ്പോൾ പ്രിമിറ്റീവ് നോട്ട് ഈ ഭാഗം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പകുതി വരെ ഈ ഒരു എംബ്രിയോൻ്റെ പകുതി വരെ ഫോം ചെയ്തിട്ട് അത്ര നേരം ഇങ്ങനെ ഈ നമ്മളുടെ പ്രിമിറ്റീവ് സ്ട്രീക്ക് നമുക്ക് എംബ്രിയോൻ്റെ ആ ബൈലാമിനർ ഡിസ്കിൻ്റെ പൊക്കത്തായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഇവൻ നേരെ താഴത്തേക്ക് മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത്രയും നേരം ഇങ്ങനെ പൊക്കത്തോടെ തന്നെ വന്നു, അത് കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് പോകും. അപ്പോൾ നമുക്കതിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ പോകുന്ന പോയിന്റിനെയാണ് നമ്മൾ ഹെൻസൻസ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ആ ഒരു 3 ജേം ലെയേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ഫോം ചെയ്യും. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അല്ല, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സിഗ്നലിംഗ് അല്ലെങ്കിൽ ആ 3 ഓരോ സെല്ലുകൾ എന്തായി മാറണം, എക്ടോഡോം ആവണോ, എൻഡോഡോം ആവണോ, മീസോഡോം ആവണോ, അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇതിൽ ഈ ഹെൻസൻസ് നോഡ് എന്ന് പറഞ്ഞൊരു നോഡാണ്. പിന്നെ അവിടെ നിന്ന് എന്ത് സംഭവിക്കും? ഈ അകത്തേക്ക് പോകുന്ന ഭാഗത്തിന് നമ്മളൊരു പ്രിമിറ്റീവ് പിറ്റ്, പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പഴയത് അല്ലെങ്കിൽ പുരാതനമായ അല്ലെങ്കിൽ ഒരു പണ്ട് കാലത്തെ എന്നുള്ളൊരു മീനിങ്. അപ്പോൾ പ്രിമിറ്റീവ് ഗ്രൂ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊരു വെട്ട് ഫോം ചെയ്യുന്നു. പ്രിമിറ്റീവ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഡോട്ട് പോലെ ഇവിടെ ഫോം ചെയ്യുന്നു. ഹെൻസൻസ് നോഡ് എന്ന് പറഞ്ഞ് ആ നോഡാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ പ്രിമിറ്റീവ് പിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആ സെല്ലുകൾ താഴത്തേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ നോഡ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു മൂവ്മെൻറ്റ് നേരെ താഴത്തേക്ക് പോകും ചെയ്യും. അപ്പോൾ താഴത്തേക്ക് പോകുന്ന ആ ഒരു ഏരിയനെ പിറ്റ് അല്ലെങ്കിൽ കുഴി എന്ന് നമ്മൾ പറയും.
അപ്പോൾ ഇതൊരു എൻട്രി പോയിന്റ് ആണ് ഈ സെല്ലുകളുടെ. അവിടെ നിന്ന് എന്ത് സംഭവിക്കും, ഈ സാധനം നേരെ നമ്മുടെ നോട്ടോ കോഡ് എന്ന് പറഞ്ഞൊരു സാധനം വരും. ഈ നോട്ടോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പണ്ട് ബയോളജി പഠിക്കുന്ന ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പൈനൽ കോഡിൻ്റെ പ്രിമിറ്റീവ് അല്ലെ പണ്ട് കാലത്തെ ഒരു സാധനം. ഇപ്പോൾ ഒരു ഹ്യൂമൻ എവല്യൂഷനിൽ നോക്കുക അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ എവല്യൂഷൻ നോക്കുമ്പോൾ നമ്മളുടെ സ്പൈനൽ കോഡിന് മുമ്പ് ഈ നട്ടലില്ലാത്ത ഓർഗാനിസംസ് ആയിരുന്നു ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ടാണ് നട്ടലുള്ള ഓർഗാനിസംസിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ ഫിഷസ് വരെ വരുന്നത്. ആ ഫിഷിൽ നിന്ന് ചില ഫിഷുകൾ ബാക്ക് ബോൺ ഉള്ളതും ചില ഫിഷുകൾ ബാക്ക് ബോൺ ഇല്ലാത്തത്. ഇപ്പോൾ സ്രാവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് ബാക്ക് ബോൺ ഇല്ലാത്തത്, അല്ലെങ്കിൽ ബോണിന് പകരം കാർട്ടിലേജിനസ് ആയിട്ടുള്ള സാധനം. അതേസമയം നമ്മൾ സാധാരണ ഒരു ചില മീനുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ നടുക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്പൈനൽ ബോൺസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു എവല്യൂഷണറി സ്റ്റേജാണ്. അപ്പോൾ ഈ ബാക്ക് ബോൺ അല്ലെങ്കിൽ എല്ല് ഫോം ചെയ്യാത്ത ഓർഗാനിസത്തിന് എല്ലാത്തിനും നോട്ടോ കോഡായിരിക്കും ഉള്ളത്. അതേസമയം നമ്മളുടെ ആക്ച്വൽ സ്പൈനൽ ഫോം ചെയ്യുന്നതിനെ നമ്മൾ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയും, മറ്റേത് ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ നോട്ടോ കോഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള രീതി പറയുന്നത് വെച്ചാൽ നമ്മളുടെ ഒരു സ്പൈനൽ കോഡിൻ്റെ ഓരോ ബോൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ബോൺസിൻ്റെ നടുക്കായിട്ട് ഒരു കാർട്ടിലേജനസ് ആയിട്ടുള്ള ഒരു ജെല്ലി ഉണ്ടാവും. ഈ ജെല്ലിയാണ് ശരിക്കും പറഞ്ഞാൽ നോട്ടോ കോഡിൻ്റെ ഒരു അവശിഷ്ടം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് എവല്യൂഷനിൽ ഇത്തിരി കൂടെ ഡീറ്റെയിൽ ഒക്കെ ശരിക്കും ആക്ച്വലി ഇതൊരു ബയോളജി ടോപ്പിക്കാണ്. പക്ഷേ ഞാനത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ എന്താണ് ഈ നോട്ടോ കോഡ് എന്ന് അറിയാൻ വേണ്ടി. കാരണം എംബ്രിയോളജിയിൽ അതൊരു വളരെ ഒരു നല്ലൊരു ലാൻഡ്മാർക്കാണ്. നമുക്ക് എന്താണെന്ന് അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. പിന്നെ എന്ത് സംഭവിക്കും, ആ നോട്ടോ കോഡ് അവസാനം ഒരു പ്രീ കോഡിയൽ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമായി മാറുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബക്കോ ഫാരഞ്ചിയൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കണക്ഷൻ ബിറ്റ്വീൻ ദി റെസ്പിറേറ്ററി ആൻഡ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ ബക്കോ ഫാരഞ്ചിയൽ മെംബ്രെയിൻ നേരെ പൊക്കത്തെ ഭാഗത്തായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ക്ലോവേക്കൽ മെംബ്രെയിൻ അത് നേരെ താഴെ ഭാഗത്തായിട്ട് വരുന്നു. അത് നമ്മളുടെ യൂറോജെനിറ്റൽ സൈനസ് ആയിട്ട് മാറും. അപ്പോൾ ക്ലോവക്കൽ മെംബ്രെയിൻ. പിന്നെ അതേപോലെ ഈ ബ്ലാസ്റ്റോപോറിൻ്റെ വേറൊരു മിനി നെയിമാണ് ഈ ബക്കോ ഫാരഞ്ചിയൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ മൗത്തും ഫാരിങ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും തമ്മിൽ കണക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ട ഭാഗത്ത് അല്ലെങ്കിൽ കഴുത്ത് ഭാഗത്തായിട്ട് നമ്മുടെ ഫാരിങ്സ് എന്ന് പറഞ്ഞൊരു ഓർഗൻ ഉണ്ട്. ആ ഓർഗൻ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എയറും അതേപോലെ തന്നെ ഫുഡിനെയും ഈക്വലി കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ്. അല്ലെങ്കിൽ അതുവഴി ഈ ഫാരിങ്സ് വഴിയാണ് നമ്മുടെ മൂക്കും വായും കൂടി ഇൻ്റർ കണക്ഷൻ വരുന്നത്. അതിൽ നിന്ന് നമ്മളുടെ ബാക്കി എപ്പിഗ്ലോട്ടിസും കാര്യങ്ങളൊക്കെയാണ് എവിടെ എയർ പോകണം എവിടെ ഫുഡ് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർ കണക്ഷൻ ഫോം ചെയ്യുന്നത് നമ്മളുടെ ഈ ബക്കോ ഫാരഞ്ചിയൽ മെംബ്രെയിനിലാണ്. പിന്നെ അതേപോലെ ക്ലോയേക്കൽ മെംബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസിന് നോക്കി കഴിഞ്ഞാൽ അത് യൂറിനേറ്റ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ഫീക്കൽ മാറ്റർ പാസ് ചെയ്യാനും എല്ലാത്തിനും ഒരൊറ്റ ഹോളാണുള്ളത്. അതിനെ ക്ലോയേക്ക എന്ന് പറയും. നമ്മൾ ഇത്രയും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവോൾവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസ് ആകുമ്പോഴാണ് നമ്മൾക്ക് ഫീക്കൽ മാറ്റർ പാസ് ചെയ്യാനായിട്ട് ഏനൽ ക്യാവിറ്റിയും അല്ലെങ്കിൽ ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ട് വജൈന പോലത്തെ ഓർഗൻസോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് യൂറിത്ര എല്ലാം ഡിവിഷൻ വരുന്നത് നമ്മൾ ഇത്രയും കൂടെ ഹയർ ഇവോൾവ് ഓർഗാനിസംസിലാണ്. പക്ഷേ ലോവർ ഇവോൾവ് ഓർഗാനിസത്തിൽ ക്ലോവേക്ക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കോഴി അതിനെയൊക്കെ നോക്കുവാണെങ്കിൽ അതുങ്ങൾക്ക് ശരിക്കും ക്ലോവേക്കയാണുള്ളത്. അപ്പോൾ ഈ ക്ലോവേക്കയിൽ ശരിക്കും ഫീക്കൽ മാറ്ററും അതേപോലെ ഇപ്പം മുട്ട വാസി എന്നൊക്കെ ഒരേ സ്ഥലത്തൂടെ അതിന് സെപ്പറേറ്റ് ഹോൾസ് ഇല്ല. അപ്പോൾ ഈ ക്ലോയേക്ക ഫോം ചെയ്യുന്ന നമ്മുടെ ഒരു യൂറോജെനൈറ്റൽ സൈനസ്. അപ്പോൾ ഈ യൂറിനറി ആൻഡ് ജെനൈറ്റൽ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻ്റർ കണക്ഷനാണ്. നമുക്കറിയാം ഇപ്പോൾ നമ്മളുടെ സെക്ഷൽ ഓർഗൻസും അതേപോലെ യൂറിനറി ഓർഗൻസൊക്കെ വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്, എസ്പെഷ്യലി ഇൻ മെയിൽസ്. അപ്പോൾ ഫീമെയിൽസിൽ ചെറിയ ഡിവിഷൻസ് ഉണ്ട്, എന്നാലും ഇതെല്ലാം ആ ഒരു ഇൻ്റർ കണക്ഷൻസ് കാണിക്കുന്നു. ശരിക്കും ഇതൊരു ഔട്ട്ഡേറ്റഡ് തിയറി ഉണ്ട്, ഓണ്ടോജനി റീക്യാപിച്ചുലേറ്റ്സ് ഫൈലോജനി എന്ന് പറഞ്ഞ്. ആക്ച്വലി ഡിസ്പ്രൂവ്ഡ് ആണ്. അത് പറയുന്നത് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ എവല്യൂഷണറി സ്റ്റേജസിലും കൂടെ അത് കടന്നു പോയിട്ടാണ് അതൊരു ഫൈനൽ എംബ്രിയോയി മാറുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എംബ്രിയോ നോക്കുവാണെങ്കിൽ നമ്മൾക്കും ഒരു ഫാരഞ്ചിയൽ സ്ലിറ്റ് അപ്പോൾ നമ്മളുടെ ഈ മീനിനെ പോലെ ഗിൽസ് പോലെയൊക്കെ ഒരു ചെറിയൊരു എംബ്രിയോയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അഡൾട്ട് ആകുമ്പോഴത്തേക്കും അത് മാറുന്നില്ല, അത് അല്ലെങ്കിൽ അത് വേറെ ഭാഗങ്ങളായിട്ട് വരും. അടുത്ത എംബ്രിയോളജി ക്ലാസ്സിൽ നമുക്കത് ഇൻ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ പക്ഷേ അതൊരു ഡിസ്പ്രൂവ്ഡ് തിയറിയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എംബ്രിയോജെനസിസിൽ വരുന്നില്ല. അപ്പോൾ പണ്ട് അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കൊരു കോറിലേഷനാണ്, ഈ ഒരു കോറിലേഷൻസാണ് അവിടെ പുള്ളിക്കാരൻ ഉപയോഗിച്ചത്. പക്ഷേ 100% ഓക്കെ തിയറി അല്ല. പിന്നെ ഇവിടെ രണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീസോഡോം ഇല്ല, നമ്മളുടെ എക്ടോഡോമും എൻഡോഡോമും മാത്രമേ ഇതിൻ്റെ അകത്ത് വരത്തുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ അവസാനം നമ്മുടെ ഈ നോട്ടോ കോഡ് ആക്സിയൽ മീസോഡോം എന്ന് പറഞ്ഞൊരു ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഈ ആക്സിയൽ മീസോഡോം എന്താണ് ഇൻ ഡീറ്റെയിൽ നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗാസ്ട്രേഷൻ നോക്കാം. ഫസ്റ്റ് ഈ ഒരു ആനിമേഷൻ നോക്ക്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ ആ ഒരു എപ്പിബ്ലാസ്റ്റ് ലെയറിൽ നിന്ന് സെൽസുകൾ താഴത്തേക്ക് പോയിട്ട് നമ്മുടെ താഴത്തെ ഹൈപ്പോബ്ലാസ്റ്റിൻ്റെ ഇടയിലേക്ക് പൊക്കത്തേക്ക് പോയ സെൽസ് ഇപ്പോൾ കാർഡിയോജനിക് മെസോഡം വിട് നോക്കാം. ഇപ്പോൾ എൻഡോഡം ഉണ്ട്, എപ്പിബ്ലാസ്റ്റ് ഉണ്ട്. എപ്പിബ്ലാസ്റ്റിൻ്റെ സെല്ലുകൾ ഇപ്പോൾ താഴത്തേക്ക് പോയിട്ട് എന്തായി മാറും? നേരെ മീസോഡമായിട്ട് ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴത്തുണ്ടായിരുന്ന ഹൈപ്പോബ്ലാസ്റ്റിൻ്റെ ലെയർ എൻഡോഡോമായി കൺവേർട്ട് ആവുന്നു. ആ പൊക്കത്തുണ്ടായിരുന്ന എപ്പിബ്ലാസ്റ്റ് ലെയർ ഇപ്പോൾ എക്ടോഡോമായിട്ട് കൺവേർട്ടായി. അപ്പോൾ ഇങ്ങനെ 3 സെൽ ലെയേഴ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രിമിറ്റീവ് സ്ട്രീക്കിൽ കൂടെ അല്ലെങ്കിൽ ആ പ്രിമിറ്റീവ് സ്ട്രീക്കിൻ്റെ അകത്തൂടെ നമ്മുടെ എപ്പിബ്ലാസ്റ്റിൻ്റെ സെൽസ് താഴത്തേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗാസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ആ 3 ലെയേഴ്സ് ഓഫ് 3 ജേം ലെയേഴ്സ് നമ്മളുടെ എക്ടോഡോം, മീസോഡോം ആൻഡ് എൻഡോഡോം ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗാസ്ട്രേഷൻ നടക്കുന്നത് 3ാമത്തെ ആഴ്ചയാണ്. അതിൻ്റെ അകത്ത് എപ്പിബ്ലാസ്റ്റിൻ്റെ സെല്ലുകൾ നേരെ താഴത്തേക്ക് നമ്മുടെ പ്രിമിറ്റീവ് സ്ട്രീക്കിൽ കൂടെ താഴത്തേക്ക് പോകുന്നു. എന്നിട്ട് അവർ എൻഡോഡോം ആവുന്നു, മീസോഡോം ആവുന്നു, എക്ടോഡോം ആവുന്നു. അപ്പോൾ ഇതിൻ്റെ താഴത്തുള്ള നമ്മളുടെ എന്താ പറയുക ഹൈപ്പോബ്ലാസ്റ്റിൻ്റെ ലെയറാണ് എൻഡോഡോമായിട്ട് കൺവേർട്ടായി മാറുന്നത്. പിന്നെ അതേപോലെ എപ്പിബ്ലാസ്റ്റിൻ്റെ ലെയർ എക്ടോഡോമായിട്ട് കൺവേർട്ട് ആവുന്നു. നിങ്ങൾക്ക് ഈ ആനിമേഷൻ ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് നിങ്ങൾക്കത് കാണാൻ പറ്റും. എന്നിട്ട് ഈ എൻഡോഡോം, മീസോഡോം, എക്ടോഡോം എന്ത് ഓർഗൻസ് ആയിട്ട് മാറുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ നോക്കാം. ഇതിൻ്റെ അത് ഈ എക്ടോഡോം ശരിക്കും നമ്മളുടെ പുറമെ അല്ലെങ്കിൽ എക്ടോ എന്നുള്ളൊരു മീനിങ് ഔട്ട്സൈഡ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ എക്ടോഡോമിൽ നമ്മളുടെ CNS അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ് നമ്മുടെ CNS ഫോം ചെയ്യുന്നത്. പിന്നെ അതുപോലെ നെർവസ് സിസ്റ്റം എക്ടോഡോം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഓർക്കാനായിട്ട് നിങ്ങളുടെ നെർവസ് സിസ്റ്റവും സ്കിന്നും അതാണ് മെയിൻ സംഭവം. അപ്പോൾ സ്കിൻ ആൻഡ് നെർവസ് സിസ്റ്റം ഇതാണ് നമ്മുടെ എക്ടോഡോം. കാരണം പുറമേ ഉള്ള സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിൻ ഈസി ആയിട്ട് ഓർക്കാം. പിന്നെ നമ്മളുടെ ഈ ഓർഗൻസ് അല്ലെങ്കിൽ നമ്മളുടെ ന്യൂറോൺസ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും. അപ്പോൾ ആ ഒരു ഫോർമേഷനിൽ രണ്ടും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എക്ടോഡോമാണ്. സോ എക്ടോഡോം എന്ന് കേട്ടാൽ ന്യൂറോൺസ് ആൻഡ് സ്കിൻ. അത് കഴിഞ്ഞിട്ട് മീസോഡോം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നടുഭാഗത്താൽ മിഡിൽ ലെയേഴ്സ് അത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കണക്റ്റീവ് ടിഷ്യൂ? ഹിസ്റ്റോളജിയിൽ ഇൻ ഡീറ്റെയിൽ നോക്കാം. എന്നാൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ 2 ഭാഗത്തിനെ ഇൻ്റർ കണക്ട് ചെയ്യുന്ന എന്തും കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമുക്കൊരു സിമ്പിൾ ഡെഫിനേഷനിൽ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റം, അപ്പോൾ നമ്മളുടെ ഹാർട്ടിൽ നിന്ന് ബോഡിയുടെ എല്ലാ സ്ഥലങ്ങളെയും കണക്ട് ചെയ്യുന്ന ബ്ലഡ് മുഖാന്തരം എല്ലായിടത്തേക്കും കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂസാണ് നമ്മളുടെ ബ്ലഡ് വെസൽസും കാര്യങ്ങളും. സോ അതൊരു കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ നമ്മളുടെ മസിൽസ് നോക്കാം. 2 ബോൺസിൻ്റെ 2 ജോയിൻസിനെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്ന സാധനം മസിൽസ് ആണ്. സോ അതൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതേപോലെ തന്നെ 2 മസിൽസിനെ ചിലപ്പോൾ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു ബോൺ ആയിരിക്കും. സോ ബോൺസ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് സെൽസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സ്മൂത്ത് മസിൽസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കിഡ്നിയുടെ ട്യൂബ്സ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം നമുക്കൊരു മീസോഡോം അല്ലെങ്കിൽ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാം. അപ്പോൾ മീസോഡോം കണക്റ്റീവ് ടിഷ്യൂവും ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റവും ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എൻഡോഡോം എന്ത് ഫോം ചെയ്യുന്നു? നമ്മുടെ ഗട്ട് ട്യൂബും റെസ്പിറേറ്ററി. അപ്പോൾ ഗട്ട് മാത്രമല്ല പ്ലസ് റെസ്പിറേറ്ററി സിസ്റ്റവും ഫോം ചെയ്യുന്നത് എൻഡോഡോമാണ്. അപ്പോൾ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്, ബ്രെയിനും സ്കിന്നൊക്കെ ഫോം ചെയ്യുന്നത് എക്ടോഡോം, കണക്റ്റീവ് ടിഷ്യൂവും കാർഡിയോവാസ്കുലർ സിസ്റ്റവും പിന്നെ അതേപോലെ മസിൽസും ബോൺസും എല്ലാം ഫോം ചെയ്യുന്നത് മീസോഡോം. പിന്നെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നത് എൻഡോഡോം. അപ്പോൾ അടുത്ത സ്ലൈഡ്സിൽ നമ്മൾ ഓരോ ജേം ലെയേഴ്സ് എന്താകുന്നു എന്ന് നമ്മൾ ഇൻ ഡീറ്റെയിൽ നോക്കാൻ പോകും. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എക്ടോഡോം. എക്ടോഡോം എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് ഔട്ട്സൈഡ് എന്നുള്ളൊരു മീനിങ്. എക്ടോ മീനിങ് ഔട്ട്സൈഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് സംഭവമുണ്ട്? ശരിക്കും ഒരു സർഫസ് എക്ടോഡോമും ഉണ്ട്, ന്യൂറോ എക്ടോഡോമും ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഡയഗ്രാം നോക്കാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഈ പുറമെ നമ്മുടെ 3 ലെയേഴ്സ് നമ്മുടെ എംബ്രിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. എക്ടോഡോം, മീസോഡോം ആൻഡ് എൻഡോഡോം. അത് കഴിഞ്ഞിട്ട് ഈ പൊക്കത്തുള്ള നമ്മളുടെ എൻഡോഡോം ഭാഗം നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെയായിട്ട് 2 ടൈപ്പ് ഓഫ് എൻഡോഡോം നമുക്ക് കാണാം. സർഫസ് എൻഡോഡോമും കാണാം, ന്യൂറൽ എൻഡോഡോമും കാണാം. അതിൻ്റെ അടിയിൽ നോട്ടോകോഡ് ഉണ്ട്. നമ്മൾ നോട്ടോകോഡ് ഓൾറെഡി പഠിച്ച ഒരു ന്യൂക്ലിയസ് പൾപ്പോസസ് അല്ലെങ്കിൽ നമ്മുടെ സ്പൈനിൻ്റെ ഒരു പൾപ്പ് അല്ലെങ്കിൽ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനം ഫോം ചെയ്യുന്ന സാധനമാണ് നോട്ടോകോഡ്. അപ്പോൾ പ്രിമിറ്റീവ് ആയിട്ടുള്ള സാധനം. പക്ഷേ നമ്മൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ലാൻഡ് മാർക്കായിട്ട് ഉപയോഗിക്കാം. കാരണം ഈ ഡയഗ്രത്തിൽ കറക്റ്റ് നടുക്കായിട്ട് നമ്മുടെ ആ ഒരു പിങ്ക് കളറിൽ നോട്ടോകോഡ് ഡിപ്പിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടോകോഡിൻ്റെ പൊക്കത്തുള്ള സാധനം ഞങ്ങളുടെ ന്യൂറൽ പ്ലേറ്റ് അല്ലെങ്കിൽ ന്യൂറൽ എൻഡോഡോമായി മാറുന്നു. ആൻഡ് അതിൻ്റെ സൈഡിലുള്ള സാധനം നമ്മുടെ സർഫസ് എൻഡോഡോമായി മാറുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഈ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന സാധനത്തിൽ ഒരു ചെറിയൊരു പോലത്തെ ഇങ്ങനെ ഒരു കുഴി വരുന്നു. അപ്പോൾ ആ ഒരു ഫോൾഡിങ് നടക്കുന്നുണ്ട്. ആ ഫോൾഡിങ് നടക്കുന്നതിൻ്റെ ഫോൾഡ് ഭാഗം ആ
പോയിന്റ് ഭാഗത്തിന് നമ്മൾ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് എന്ന് പറയും. പിന്നെ അതേപോലെ അതിൻ്റെ സൈഡിലായിട്ട് വരുന്നതിന് നമ്മുടെ സർഫസ് എക്ടോഡം, നടുക്ക് വന്നേക്കുന്ന പർപ്പിൾ സാധനം ന്യൂറോക്ടോഡം, സെയിം ആസ് ദാറ്റ്. അവസാനം എന്ത് ചെയ്യും, ഈ ഫോൾഡ് ചെയ്ത് വന്ന സാധനം ഇങ്ങനെ കൂട്ടിമുട്ടി ഒരു കുഴൽ ഫോം ചെയ്യും, നടുക്ക് ഒരു ട്യൂബ് ഫോം ചെയ്യും. അപ്പോൾ ആ ട്യൂബിനാണ് നമ്മൾ ന്യൂറൽ ട്യൂബ് എന്ന് പറയുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്യൂബ് ഫോം ചെയ്തു, എന്നിട്ട് അതിൻ്റെ പൊക്കത്തായിട്ട് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു ഗ്രീൻ കളറിൽ നമുക്ക് ആ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് കാണാം. അവസാനം ട്യൂബ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഈ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് നേരെ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് മനസ്സിലായി തോന്നുന്നു. ഫസ്റ്റ് തന്നെ ഒരു പ്ലേറ്റ് പോലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് ഒരു ഫോൾഡിങ് സംഭവിക്കുന്ന ഫോൾഡിങ്ങിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ കൂർത്ത പോയിന്റിൽ നമ്മൾ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് വരുന്നു. ഈ ഫോൾഡിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു ട്യൂബായി മാറുന്നു. ആ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് ഈ ട്യൂബിൻ്റെ സൈഡിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. നമ്മൾ എക്ടോഡോം നോക്കി. ആ എക്ടോഡോമിൻ്റെ അകത്ത് നമുക്കറിയാം ന്യൂറോ എക്ടോഡോം ഉണ്ട്, സർഫസ് എക്ടോഡോം ഉണ്ട്. അപ്പോൾ ന്യൂറോ എക്ടോഡോമിൻ്റെ അകത്ത് നമുക്ക് ന്യൂറൽ പ്ലേറ്റ് എക്ടോഡോം ഉണ്ട്, അതേപോലെ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് ഉണ്ട്. അപ്പോൾ ന്യൂറൽ പ്ലേറ്റ് എക്ടോഡോമാണ് നമ്മുടെ ആ ഒരു ന്യൂറൽ ട്യൂബായി ഫോം ചെയ്തത്. അതെന്താവും, മെയിനായിട്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആവുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും. സെൻട്രൽ നെർവസ് സിസ്റ്റം എപ്പോഴും നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. പിന്നെ അത് മാത്രമല്ലല്ലോ ന്യൂറോൺസ്, ബാക്കി നമ്മളുടെ എല്ലാ കൈകളിലേക്കും കാലുകളിലേക്കും ഓരോ അവയവങ്ങളിലും എല്ലാത്തിലേക്കും ന്യൂറോൺസ് ആണ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ പെറിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. അതേപോലെ തന്നെ ഗാംഗ്ലിയ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇറ്റ് ഈസ് എ കളക്ഷൻ അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് നെർവ്സിനാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗാംഗ്ലിയ ഫോർമേഷനും ഇതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് ഈ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് അത് മാത്രമല്ല, നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് ആയിട്ടുള്ള ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് ആയിട്ടുള്ള അഡ്രീനൽ ഗ്ലാൻസ്, അതിൻ്റെ ബേസിക്കലി അഡ്രീനൽ മെഡുല അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുള്ള ഒരു സാധനമാണ് മെയിനായിട്ട് ഫോം ചെയ്യുന്നത്. പിന്നെ അതേപോലെ സ്കള്ളിൻ്റെ ബോൺസ്, കണ്ണിൻ്റെ കുറേ ഭാഗങ്ങൾ. അപ്പോൾ സ്കള്ള് എക്സെപ്റ്റ് ദി ഓക്സിപിറ്റൽ ബോൺ. അപ്പോൾ നമ്മുടെ സ്കള്ളിൻ്റെ പുറകിലുള്ള ഓക്സിപിറ്റൽ ബോൺ ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക ബോൺസും ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഫാരഞ്ചിയൽ ആർച്ചസ്, മാൻഡിബിൾ, പിന്നെ ഹയോയിഡ് ബോൺ, പിന്നെ അയോർട്ടോ പൾമണറി സെപ്റ്റം, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ അഡ്രീനൽ മെഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂറോൺസിൻ്റെ തമ്മിലുള്ള ഇൻ്റർ കണക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അഡ്രിനലിൻ, നോറഡ്രിനലിൻ, ഡോപ്പമിൻ, ഗാബ എന്ന് പറഞ്ഞ കുറേ കെമിക്കൽസ് വരും. അത് നമ്മൾ ഫിസിയോളജിയിൽ ഇൻ ഡീറ്റെയിൽ നോക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മളുടെ കാറ്റക്കോളമൈൻസ് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക അഡ്രിനലിൻ ആൻഡ് നോറഡ്രിനലിൻ, ഇത് ന്യൂറോൺസ് ആണ് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഹോർമോൺസിലും വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രിനലിൻ ന്യൂറോൺസിൻ്റെ അറ്റത്തായിട്ടൊരു കണക്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതേ സാധനം നമ്മുടെ ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുന്ന ഒരു സാധനമാണ് ഈ ഒരു അഡ്രിനലിൻ, നോറഡ്രിനലിനും. ഈ രണ്ട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രീനൽ മെഡുലയാണ്. അപ്പോൾ അഡ്രിനലിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ന്യൂറോൺസിൻ്റെ എൻഡിനും പറ്റും, അതേപോലെ അഡ്രീനൽ മെഡുലയ്ക്കും പറ്റും. എന്തുകൊണ്ടാണ് ഈ അഡ്രീനൽ മെഡുല ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ന്യൂറൽ എക്ടോഡമിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു ഹോർമോൺ പോലെ അഡ്രീനൽ മെഡുലയ്ക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ നമ്മളുടെ ഈ ഫാരഞ്ചിയൽ ആർച്ചസ്, നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു, നമ്മളുടെ ആ ഒരു എംബ്രിയോജനിക് സമയത്ത് നമ്മൾക്ക് മീനിനെ പോലെ ഈ ഗിൽ സ്ലിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ മീൻ ശ്വാസം എടുക്കുന്ന ആ ഒരു സാധനങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ കുറേ അവയവങ്ങളായിട്ട് മാറുന്നുണ്ട്. അത് അടുത്ത ക്ലാസ് തന്നെ അതായിരിക്കും. പിന്നെ അതെല്ലാം ഫോം ചെയ്യുന്നത് ഈ ന്യൂറൽ ക്രസ്റ്റ് സെല്ലിൽ നിന്നാണ്. പിന്നെ മാൻഡിബിൾ, നമ്മളുടെ ജോ ബോൺ ഫോം ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഹയോയിഡ് ബോൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്കള്ളിൻ്റെ താഴത്തായിട്ട് വരുന്ന ഒരു വേറൊരിടത്തേക്ക് മുട്ടാത്തൊരു ബോണാണ്. പിന്നെ അതേപോലെ അയോർട്ടോ പൾമണറി സെപ്റ്റം എന്ന് വെച്ചാൽ അയോർട്ടയും പൾമണറി അല്ലെങ്കിൽ നമ്മളുടെ അയോർട്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലേക്ക് ഫുള്ള് ബ്ലഡ് എത്തിക്കുന്നൊരു വലിയൊരു ബ്ലഡ് വെസലാണ്. അതേപോലെ പൾമണറി സെപ്റ്റം എന്ന് പറയുമ്പോൾ പൾമണറി വെസൽസ് എന്ന് പറയുമ്പോൾ നേരെ ലങ്സിലേക്ക് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസലാണ്. അപ്പോൾ ഈ രണ്ട് വെസൽസ് തമ്മിലുള്ള ഒരു സെപ്റ്റം അല്ലെങ്കിൽ ഡിവൈഡിങ് വോളിന് കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മളുടെ ഓക്സിജനേറ്റഡ് ആൻഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് ഈ എക്ടോഡോമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അതാണ് ഡിജോർജി സിൻഡ്രോം. നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ ഈ സർഫസ് എക്ടോഡോം എന്തായി പറയുക, നമ്മുടെ ഈ സൈഡിലുള്ള നമ്മളുടെ നീലഭാഗം. അപ്പോൾ ഈ സർഫസ് എക്ടോഡോം നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആവുന്നു, സലൈവറി ഗ്ലാൻഡ് ആവുന്നു, സബ് മാൻഡിബുലർ ആൻഡ് സബ് മാക്സിലറി ഗ്ലാൻഡ് ആവുന്നു, നമ്മുടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന. പിന്നെ അതേപോലെ സ്വെറ്റ് ആൻഡ് സെബീഷ്യസ് ഗ്ലാൻഡ്. അപ്പോൾ ഇതിൻ്റെ അത് മെയിൻ കീവേഡ് എന്താണ്? എല്ലാം ഗ്ലാൻസ് ആണ്. അപ്പോൾ നമ്മുടെ സർഫസ് എക്ടോഡോം മെയിൻലി ഗ്ലാൻസ് ആയിട്ട് വരുന്നു. അപ്പോൾ ഓരോ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഗ്ലാൻസ് ഉണ്ടാകുന്നത് സർഫസ് എക്ടോഡോമിൽ നിന്നാണ്. അപ്പോൾ ന്യൂറോ എക്ടോഡോമിൽ നിന്ന് ന്യൂറോൺസും അതേപോലെ കുറേ ഓർഗൻസിൻ്റെ ചില ഭാഗങ്ങളും, അതേപോലെ സർഫസ് എക്ടോഡോമിൽ നിന്ന് മെയിനായിട്ട് നമ്മുടെ കുറേ ഗ്ലാൻസ് ഫോം ചെയ്യുന്നു. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റമായിട്ട് ഇതൊരു ഭയങ്കര ഇൻ്റർ കണക്ഷൻ ഉണ്ട്.
എൻഡോക്രൈൻ സിസ്റ്റവും നമ്മുടെ നെർവസ് സിസ്റ്റം തമ്മിൽ ഭയങ്കര ഇൻ്റർ കണക്ഷനാണ്. പിന്നെ ഈ ന്യൂറൽ ക്രസ്റ്റ് സെൽ ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം ആകുന്നു. അതിനകത്ത് ഗാംഗ്ലിയാസ് ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഗാംഗ്ലിയാസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ തൊട്ടടുത്തും അല്ലെങ്കിൽ ഓർഗൻസിൻ്റെ ചുറ്റുമായിട്ട് വരുന്ന ഓരോ ഗാംഗ്ലിയാസ് ആണ്. നമ്മൾ ഇൻ ഡീറ്റെയിൽ അതിൻ്റെ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ പഠിക്കാം. ഡോർസൽ റൂട്ട് ഗാംഗ്ലിയ ഉണ്ട്, സീലിയാക് ആൻഡ് മെസൻട്രിക് ഗാംഗ്ലിയ. അപ്പോൾ ഒരുപാട് ഗാംഗ്ലിയാസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അഡ്രീനൽ മെഡുല, അഗൈൻ സെക്രീറ്റിംഗ് അഡ്രിനലിൻ, ബോൺസ് നമ്മളുടെ ഒക്സിപിറ്റൽ ബോൺ ഒഴികെ ബാക്കി സ്കള്ളിൻ്റെ ഒട്ടുമിക്ക ബോൺസ് ഫോം ചെയ്യുന്ന മാലിയസ് ഇൻകസ് ആൻഡ് സ്റ്റേപ്പീസ് എന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്കകത്തുള്ള 3 ചെറിയ ബോൺസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺസ് ആയിട്ട് പറയാം. പിന്നെ മാൻഡിബിൾ ആൻഡ് ഹയോയിഡ് ബോൺ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അയോട്ടോ പൾമിനറി സെപ്റ്റം പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ടീത്തിൻ്റെ ഡെൻറ്റിനും പൾപ്പും ഫോം ചെയ്യുന്നുണ്ട്. ഇനാമൽ ഫോം ചെയ്യുന്നത് സർഫസ് എക്ടോഡോമി എന്നാണ്. പക്ഷേ ബാക്കി നമ്മളുടെ ടൂത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഫോം ചെയ്യുന്നത് നമ്മളുടെ ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഈ ഡിജോർജി സിൻഡ്രോം? നിങ്ങൾ അനാറ്റമിയിൽ അത്ര ഇതായിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ മെഡിസിൻ വരുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മളുടെ കൊച്ചുങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മളുടെ സ്കള്ളിൻ്റെ കുറേ ബോൺസ് ഫോം ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എക്ടോഡോമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ വരുന്നൊരു രോഗമാണിത്. അപ്പോൾ നമ്മളുടെ ഈ മാൻഡിബിളും നമ്മളുടെ മാക്സിലും എല്ലാ സാധനവും ഈ ഒരു എക്ടോഡോമിൽ നിന്ന് ഫോം ചെയ്യുന്ന കാരണം അതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റ്, നമ്മളുടെ ദിലീപിൻ്റെ മറ്റേ ആ ഒരു സിനിമയിലുള്ള പോലെ ആ ഒരു മുച്ചുണ്ട് അല്ലെങ്കിൽ ആ ചുണ്ടിൻ്റെ പൊക്കത്തായിട്ട് ഒരു വെട്ട് പോലെ ഫോം ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, സ്കൾ ബോൺസ് മര്യാദയ്ക്ക് ഫോം ചെയ്യത്തില്ല. അപ്പോൾ അത് കാരണം നമ്മളുടെ സ്കള്ളൊക്കെ ഒരുമാതിരി വിയേർഡ് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതേപോലെ ഇത് ന്യൂറോൺസിന് മര്യാദയ്ക്ക് ഫോം ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ഫോം ചെയ്യാത്തതുകൊണ്ട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർക്കൊരു ലോവർ ഐക്യു ആയിരിക്കും ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു ഈ സാധനമാണ് നമ്മളുടെ അയോട്ടോ പൾമണറി സെപ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്സിജനേറ്റഡ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇൻ്റർമിക്സ് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഓരോ അവയവങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തോ ഇല്ല, അതിൽ കുറേ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് മിക്സ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കൈയിൻ്റെ അറ്റത്തായിട്ട്, വിരലുകളുടെയൊക്കെ അറ്റത്ത്, ചുണ്ടത്ത്, നാവിൽ ഒക്കെ ഒരു നീല നിറം ഫോം ചെയ്യും. കാരണം അവിടെ സയനോസിസ് വരും. ഈ ഓക്സിജൻ കിട്ടാതെ ആകുമ്പോഴത്തേക്കും ഒരു നീലിച്ച് വരും. അത് നമ്മളിപ്പോൾ ഓരോ എന്താ പറയുന്ന ഓരോ മൂവീസിലോ അതിലൊക്കെ കാണാൻ പറ്റും. നമ്മൾക്ക് ഈ ഒരു കഴുത്തിരിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ കൊല്ലുവാണെങ്കിൽ അവിടെ നമ്മൾക്ക് ആ ഒരു നീലിച്ച് അവരുടെ ഫേസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ നീല കളർ ഫോം ചെയ്യുന്നത് നമ്മളുടെ റെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് കറക്റ്റായിട്ട് എത്തുന്നില്ല, കാരണം ഇൻ്റർമിക്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്റർമിക്സിങ് നടക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു ടെട്രാളജി ഓഫ് ഫാലോ എന്ന് പറഞ്ഞൊരു സാധനം. അത് 4 സംഭവങ്ങളാണ്. ഇത് പീഡിയാട്രിക്സിലാണ് ഇതിനും കൂടെ ഇമ്പോർട്ടൻ്റ്, അനാറ്റമിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഈ ടെട്രാളജി ഓഫ് ഫാലോ, TOF എന്ന് പറഞ്ഞൊരു സാധനം ശരിക്കും ഒരു പൾമണറി സ്റ്റെനോസിസ് ഉണ്ട്, ഓവർ റൈഡിങ് അയോട്ട, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആൻഡ് അതേപോലെ തന്നെ ആ സെപ്റ്റത്തിൻ്റെ റൈറ്റ് വെൻട്രിക്കുലർ സെപ്റ്റത്തിൻ്റെ പ്രോബ്ലം, ഇവിടെ എഴുതിയേക്കുന്നത് കറക്റ്റ് അല്ല, എന്നാൽ ആ സെപ്റ്റത്തിന് ഒരു ഡിഫക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഈ 4 സാധനങ്ങളാണ് നമ്മുടെ ടെട്രാളജി ഓഫ് ഫാലോ. അപ്പോൾ ഇതും നമ്മൾ PDയിൽ ഇതിനും കൂടി ഇൻ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു സാധനം ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ് എന്ന് വെച്ചാൽ അയോർട്ടയുടെ സ്ഥാനത്ത്, ഇപ്പം നമുക്ക് ഹാർട്ടിൽ അറിയാം നമ്മളുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് അയോർട്ട കണക്ട് ആവണം, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പൾമണറി സിസ്റ്റം കണക്ട് ആവണം. ചില സമയത്ത് ഇത് നേരെ ഡിഫറൻസ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് ഹാർട്ടിലേക്ക് നമ്മുടെ അയോട്ടയും അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാർട്ടിലേക്ക് നമ്മുടെ പൾമണറി സിസ്റ്റം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഓക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും ലങ്സിലേക്ക് കയറി പോകുന്നു, അതേപോലെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫുള്ളും ബോഡിക്കകത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിച്ചിരിക്കത്തില്ല, കൊച്ചു മരിച്ചു. പക്ഷേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മരണം സംഭവിക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെപ്റ്റത്തിനൊരു ഡിഫക്റ്റ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ സെപ്റ്റത്തിലൊരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഓക്സിജനേറ്റഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഇൻ്റർമിക്സ് ആവും. അതുകൊണ്ട് മാത്രമാണ് ഒരു ജീവനോടെ നിൽക്കുന്നത്. അല്ലാണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ എൻ്റയർ ബോഡിയിലേക്ക് ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് എത്തുന്നു, ലങ്സിൽ ഇങ്ങനെ ഓക്സിജനുള്ള ബ്ലഡ് തന്നെ വീണ്ടും വീണ്ടും ലങ്സിൻ്റെ അകത്ത് മാത്രം ഇങ്ങനെ ചുറ്റിക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തേക്ക് ഓക്സിജൻ എത്തത്തില്ല, ആൾ മരിച്ചു പോകും. അപ്പം അങ്ങനെ മരണം സംഭവിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ആ ഒരു സെപ്റ്റത്തിൻ്റെ വരുന്ന അല്ലെങ്കിൽ ആ ലെഫ്റ്റും റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഓട്ടയാണ്. അപ്പോൾ ഈ ഓട്ടയില്ലെങ്കിൽ എന്തായാലും മരിക്കുന്നു. അപ്പോൾ ആ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് വെസൽസ് വരുന്നു. പിന്നെ അതേപോലെ അയോട്ടോ പൾമണറി സെപ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നു. കാരണം ഇതെല്ലാം വരുന്നത് നമ്മുടെ ന്യൂറോക്ടോഡോമിൽ നിന്നാണ്. സോ ഇതാണ് എക്ടോഡോം. ഓക്കെ, അപ്പോൾ നമ്മളിനി മീസോഡോം നോക്കാം. അപ്പോൾ മീസോഡോം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നടുഭാഗത്ത് വരുന്ന ലെയറാണ്. നമുക്ക് പൊക്കത്ത് എക്ടോഡോം, നടുക്ക് മീസോഡോം ആൻഡ് അടിയിൽ എൻഡോഡോം ആണുള്ളത്. അപ്പോൾ മീസോഡോമിൻ്റെ ഓരോ ഭാഗം നോക്കാം. അപ്പോൾ ഏറ്റവും സെൻട്രലായിട്ട് നമ്മൾ നോട്ടോകോഡ്, അഗെയിൻ നമ്മൾ ആ ഒരു ലാൻഡ് മാർക്കായിട്ട് വെച്ചേക്കുന്ന സാധനമാണ് നോട്ടോകോഡ് ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് പാരാക്സിയൽ മീസോഡം അല്ലെങ്കിൽ നമ്മളതിന് വേറൊരു പേരിൽ സോമൈറ്റ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇൻ്റർമീഡിയറ്റ് മീസോഡം ഉണ്ട്. അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് ലാറ്ററൽ പ്ലേറ്റ് മീസോഡം ഉണ്ട്.
അപ്പോൾ ഈ നോട്ടോകോഡ് എന്തായി മാറുന്നു? നോട്ടോകോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ന്യൂക്ലിയസ് പൾപ്പോസസ് ഓഫ് ദി ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക്. അപ്പോൾ നമ്മളുടെ ഈ ബോണിൻ്റെ ഇടയിൽ, രണ്ട് വെർട്ടിബ്രൽ ബോൺസിൻ്റെ ഇടയിൽ നമുക്കൊരു കാർട്ടിലേജിനസ് ഡിസ്ക് ഫോം ചെയ്യുന്നുണ്ട്. ഈ കാർട്ടിലേജിനസ് ഡിസ്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ആക്സിയൽ വ്യൂ ആണ്, നമ്മൾ നേരെ മറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വട്ടത്തിലുള്ളൊരു കാർട്ടിലേജ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കാർട്ടിലേജിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ജെല്ലി ഫോം ചെയ്യുന്നുണ്ട്. ആ ജെല്ലിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു നോട്ടോകോഡിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പം ന്യൂക്ലിയസ് പൾപ്പോസസ്, ആ ഒരു ജെല്ലി, ഈ ഡിസ്കാണ് നമ്മൾ ഹെർണിയേറ്റ് ചെയ്തു അങ്ങനെ എന്നൊക്കെ ഓരോ സ്പൈനൽ കോഡിൻ്റെ പ്രോബ്ലംസ് തന്നെ നമ്മൾ ഓർത്തോയിൽ നോക്കാം. പക്ഷേ ഇവിടെ മെയിനായിട്ട് ആ ഡിസ്കിൻ്റെ അകത്ത് വരുന്ന ജെല്ലിയാണ് നമ്മുടെ നോട്ടോകോഡ് ഫൈനലി ഒരു അഡൾട്ട് പേഴ്സണിൽ വരുന്നത്. പിന്നെ അതേപോലെ സോമൈറ്റ് എന്തായിട്ട് മാറുന്നു? സോമൈറ്റ് നമ്മൾക്ക് 3 ഭാഗമായിട്ടുണ്ട്. അപ്പോൾ പാരാക്സിയൽ മീസോഡോം നോക്കുകയാണെങ്കിൽ നമുക്ക് ലാറ്ററൽ, മീഡിയൽ ആൻഡ് മീഡിയൽ സോമൈറ്റ്സ് ഉണ്ട്. ലാറ്ററൽ അല്ലെങ്കിൽ ഏറ്റവും സൈഡിലുള്ളതിനെ നമ്മൾ സ്കിന്നിലേക്ക് വരുന്നു, അപ്പോൾ ഡെർമറ്റോം ഫോം ചെയ്യുന്നു. നടുഭാഗത്തിനെ നമ്മൾ മയോട്ടോം ഫോം ചെയ്യുന്നു. ആൻഡ് ഏറ്റവും നടുക്കത്തെ ഭാഗത്തിനെ നമ്മൾ, അല്ലെങ്കിൽ നോട്ടോകോഡിൻ്റെ അടുത്തേക്കുള്ള ഭാഗത്തിനെ നമ്മൾ സ്ക്ലിയറോട്ടോം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു എന്താണ് മീഡിയൽ, ലാറ്ററൽ എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ സ്പൈനൽ കോഡ് എടുക്കുകയാണെങ്കിൽ എന്തൊരു അവയവം ആ സ്പൈനൽ കോഡിന് അടുത്താണോ അതിനെ നമ്മൾ മീഡിയൽ എന്ന് വിളിക്കുന്നു. ആൻഡ് എന്തൊരു അവയവം ദൂരത്താണോ അതിനെ നമ്മൾ ലാറ്ററൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കൈകൾ നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ടിനോട് ലാറ്ററലാണ്. അപ്പോൾ കൈ അല്ലെങ്കിൽ ഹാൻഡ്സ് ആർ ലാറ്ററൽ ടു ദ ഹാർട്ട്. അതേസമയം ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ ലങ്സ് ആർ ലാറ്ററൽ ടു ദ ഹാർട്ട്. അപ്പോൾ ഹാർട്ടാണ് ഏറ്റവും നടുക്കിയിരിക്കുന്നത്, അതിൻ്റെ സൈഡിലാണ് ലങ്സ് ഇരിക്കുന്നത്. സൈഡിലുള്ള സാധനങ്ങൾ ലാറ്ററലും നടുക്കിരിക്കുന്ന സാധനത്തിന് നമ്മൾ മീഡിയൽ എന്ന് വിളിക്കുന്നു. അതേസമയം ലങ്സ് ആർ മീഡിയൽ ടു ദ ആമാണ്. അപ്പോൾ കൈ വെച്ച് നോക്കുവാണെങ്കിൽ ലങ്സ് നടുക്കായിട്ട് വരും. അതേപോലെ ഹാർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഹാർട്ടാണ് നടുക്ക് വരുന്നത്. അപ്പോൾ ആരാണോ നമ്മളുടെ ഒരു എൻറ്റയർ ഓർഗാനിസം നോക്കുമ്പോൾ അതിൻ്റെ അത് സ്പൈനൽ കോഡിൻ്റെ നടുക്ക് അല്ലെങ്കിൽ അടുത്തായിട്ട് വരുന്നതിനെല്ലാം നമ്മൾ മീഡിയൽ എന്ന് വിളിക്കുന്നു. അതിൽ നിന്ന് ദൂരത്തുള്ള എല്ലാത്തിനെയും നമ്മൾ ലാറ്ററൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ സ്പൈനൽ കോഡ് നമുക്കറിയാം നോട്ടോകോഡിൻ്റെ നടുക്ക് വരുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും ലാറ്ററലാണ്. അപ്പോൾ ഈ നോട്ടോകോഡിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന സാധനമാണ് നമ്മുടെ മീഡിയൽ പാരാക്സിയൽ മീസോഡം. ആ സാധനം നമ്മളുടെ സ്പൈനൽ കോഡിൻ്റെ വെർട്ടിബ്രേ ആവുന്നു, ബോഡി ഓഫ് വെർട്ടിബ്രേ. അപ്പോൾ കറക്റ്റ് നമ്മളുടെ ആ ന്യൂക്ലിയസ് പൾപ്പോസസിന് ചുറ്റുമുള്ള നമ്മളുടെ ബോൺസ് ആയിട്ടാണ് ഇവന്മാർ രണ്ടുപേരും മാറുന്നത്. മീഡിയൽ മീസോഡം. മിഡിൽ മീസോഡം എന്താണെന്ന് മയോട്ടോം. മയോ മീനിങ് മസിൽ. അപ്പോൾ അത് നമ്മളുടെ സ്കെലിറ്റൽ മസിൽസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ആൻഡ് ദെൻ അത് നമ്മളുടെ മസിൽസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ആൻഡ് ദെൻ ലാറ്ററലി നമ്മളുടെ സ്കിന്ന് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം മീസോഡോം എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ ആണുള്ളത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഭാഗങ്ങളാണ് ഇവരെല്ലാം. പിന്നെ ലാറ്ററൽ പ്ലേറ്റ് മീസോഡോം. ലാറ്ററൽ പ്ലേറ്റ് മീസോഡോം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും എൻഡിൽ വരുന്ന സാധനമാണ് ദ ലാറ്ററൽ പ്ലേറ്റ് മീസോഡം. അവർ മെയിനായിട്ട് നമ്മളുടെ ഡോർസൽ സൊമാറ്റും ഡോർസൽ സൊമാറ്റിക്കും വെൻട്രൽ വിസറൽ എന്ന് പറഞ്ഞ 2 ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് മെയിനായിട്ട് വരുന്ന സാധനങ്ങൾ പ്ലൂര, പെരിറ്റോണിയം ആൻഡ് പെരിക്കാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൂവ്മെൻറ്റ് വരുന്ന ഓർഗൻസ്. ഫോർ എക്സാമ്പിൾ ഹാർട്ട്, ലങ്സ്, ഇൻറ്റസ്റ്റൈൻസ്, ഇതൊക്കെ മൂവ് ചെയ്യുന്ന ഓർഗൻസ് ആണ്. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന ഓർഗൻസിനെ നമ്മൾ ബോണിൻ്റെ അടുത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അതിലോട്ട് ഒരഞ്ഞ് ഫ്രിക്ഷൻ വന്ന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓർഗൻ, ഇപ്പോൾ ഇതൊരു ഓർഗൻ ആണെങ്കിൽ ആ ഓർഗന് ചുറ്റും ഒരു ഔട്ടർ ലെയർ വരും, ഒരു ഔട്ടർ ലെയർ ഉണ്ടാവും. ഈ ഔട്ടർ ലെയറിനെയാണ് നമ്മൾ പെരിക്കാർഡിയം, പെരിറ്റോണിയം, പ്ലൂര എന്ന് പറയുന്നത്. ഇത് ലങ്സിന് ചുറ്റുമുള്ള ലെയർ ആണെങ്കിൽ നമ്മളതിനെ പ്ലൂര എന്ന് വിളിക്കുന്നു. ഇൻറ്റസ്റ്റൈൻസിന് ചുറ്റുമുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ പെരിറ്റോണിയം എന്ന് വിളിക്കുന്നു. ആൻഡ് ഹാർട്ടിന് ചുറ്റുമാണെങ്കിൽ കാർഡിയം, ഹാർട്ടിന് ചുറ്റുമാണെങ്കിൽ നമ്മളതിനെ പെരിക്കാർഡിയം എന്ന് വിളിക്കുന്നു. അപ്പോൾ 3 ഭാഗങ്ങൾ. അപ്പോൾ ഈ ലെയറിന് തന്നെ 2 ലെയർ ഉണ്ട്. അപ്പോൾ ഓർഗൻ്റെ അടുത്തായിട്ടിരിക്കുന്നതിന് നമ്മൾ വിസറൽ എന്ന് വിളിക്കുന്നു. ആൻഡ് ഓർഗൻ്റെ ദൂരത്തിരിക്കുന്ന അല്ലെങ്കിൽ ബോഡി നമ്മുടെ ബോൺസിൻ്റെ അടുത്തായിട്ട് വരുന്ന സാധനങ്ങളാണെങ്കിൽ റിബ്സിൻ്റെ അടുത്തായിട്ടൊക്കെ വരുന്ന സാധനത്തിൽ നമ്മൾ പെരൈറ്റൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഡോർസൽ ഭാഗത്ത് വരുന്ന സൊമാറ്റിക് ആയിട്ടുള്ള സാധനം നമ്മളുടെ പെരൈറ്റൽ പ്ലൂര, പെരിറ്റോണിയം ആൻഡ് പെരിക്കാർഡിയം. പിന്നെ അതുപോലെ മെയിനായിട്ട് നമ്മളുടെ ഹ്യൂമറസും ഫീമറും നമ്മളുടെ ലോങ് ബോൺസ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെൻട്രലായിട്ട് വരുന്ന സാധനങ്ങൾ നമ്മുടെ വിസറൽ പ്ലൂര, പെരിറ്റോണിയം, വിസറൽ പെരിറ്റോണിയം ആൻഡ് വിസറൽ പെരിക്കാർഡിയം. അപ്പോൾ ഓർഗനോട് അടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നും കൂടെ പറയാം, നടുക്കൊരു ഓർഗൻ ഉണ്ടെങ്കിൽ ആ ഓർഗൻ്റെ തൊട്ട് അടുത്തായിട്ട് നമ്മളുടെ വിസറൽ പ്ലൂര, പെരിറ്റോണിയം, പെരിക്കാർഡിയം വരുന്നു. അതേപോലെ അതിൻ്റെ ഔട്ടർ ലെയറിലായിട്ട് വരുന്ന സാധനം നേരെ പെരൈറ്റൽ പ്ലൂര, പെരിറ്റോണിയം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 2 സെപ്പറേറ്റ് ലെയേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊരു മൂവ്മെൻ്റ് ഉള്ള ഓർഗനാണ്.
അപ്പോൾ എന്തൊരു സാധനത്തിന് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ സ്മൂത്ത് ആക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യാം? ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ എഞ്ചിൻ്റെ ഒരു കാറിൻ്റെ എഞ്ചിൻ്റെ മൂവ്മെൻറ്റ് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വല്ല ബെയറിംഗ് ആണെങ്കിൽ ഗ്രീസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേക്കെ പോലെ തന്നെ ഈ രണ്ട് വിസറൽ ആൻഡ് പെരൈറ്റൽ പ്ലൂര പെരിറ്റോണിയ ആൻഡ് പെരിക്കാർഡിയത്തിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നടുക്ക് കിടന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനെ സ്മൂത്ത് ആക്കും. കാരണം ഒരു ഔട്ടർ ഒരു ഫ്ലൂയിഡ് ലെയറിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് കുഴപ്പമില്ല, സ്മൂത്താണ്, വേറെ ഓർഗൻസ് ആയിട്ട് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഹാർട്ട് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ലങ്സ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഇൻഡസ്റ്റൈൻസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കവർ ചെയ്തേക്കുന്ന ഈ ഒരു കവറിങ് എല്ലാം ഫോം ചെയ്തേക്കുന്ന ലാറ്ററൽ പ്ലേറ്റ് മീസോഡോമിൽ നിന്നാണ്. പിന്നെ ഇൻ്റർമീഡിയറ്റ് മീസോഡോമിൽ നിന്ന് നമ്മുടെ കിഡ്നീസ് ആൻഡ് ഓവറീസ് ഫോം ചെയ്യുന്നുണ്ട്. ആക്സിയൽ മീസോഡോമിൽ നിന്ന് നമ്മളുടെ ഏറ്റവും നടുക്ക് വരുന്ന നോട്ടോകോഡ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് പൾപ്പോസസ് ഫോം ചെയ്യുന്നു. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്സിയലിൽ നിന്ന് നോട്ടോകോഡ്, ഇൻ്റർമീഡിയറ്റിൽ നിന്ന് കിഡ്നീസ് ആൻഡ് ഓവറീസ്, ഓവറീസും അതേപോലെ ബാക്കി ഗൊണാഡ്സും എല്ലാം ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ലാറ്ററലിൽ നിന്ന് നമ്മുടെ പ്ലൂര, പെരിറ്റോണിയം, പെരിക്കാർഡിയം രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പാരാക്സിയലിൽ നിന്ന് നമ്മുടെ സ്കിന്ന്, സ്കെലിറ്റൽ മസിൽസ്, പിന്നെ അതേപോലെ നമ്മളുടെ ഏറ്റവും മീഡിയലി വരുന്ന സാധനത്തിൽ നിന്ന് നമ്മളുടെ ബോൺസ് ഓഫ് വെർട്ടിബ്രയും ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതാണ് മീസോഡോം. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസ്. ആൻഡ് ഫൈനലി എൻഡോഡോം. എൻഡോഡോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഇന്നർ ലെയറിൽ വരുന്ന സാധനമാണ്. അത് നമ്മളുടെ മെയിനായിട്ട് നമ്മളുടെ ലങ്സും അതേപോലെ റെസ്പിറേറ്ററി സിസ്റ്റവും അതേപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. മൂന്നായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ എൻഡോഡോമിനെ: ഫോർഗട്ട്, മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. അപ്പോൾ ഫോർഗട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം നിങ്ങൾ ഈ ഒരു ഡയഗ്രാമിൽ നോക്കുകയാണെങ്കിൽ കാണാം, ഈ എൻഡോഡോം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർഗട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മിഡ്ഗട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹൈൻഗട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആൻറ്റീരിയർ ഫോർഗട്ടിൽ നമ്മളുടെ തൈറോയിഡ്, ലങ്സ്, ഈസോഫാഗസ് ഒക്കെ ഫോം ചെയ്തു. പിന്നെ അതേപോലെ പോസ്റ്റീരിയർ ഫോർഗട്ടിൽ നമ്മളുടെ സ്റ്റൊമക്ക്, എന്താ പറയുന്ന ലിവർ, അതേപോലെ ഗോൾ ബ്ലാഡർ, എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ മിഡ് ഗട്ട് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് ആണുള്ളത്. ആൻഡ് ഹൈൻ ഗട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ. അപ്പോൾ ഫോർഗട്ടിൻ്റെ അകത്ത് ഏറ്റവും നമ്മളുടെ വയറിൻ്റെ നേരെ പൊക്കത്തേക്കുള്ള സാധനങ്ങളെല്ലാം ഓർക്കാം. ഈസോഫാഗസ് വരുന്നു, തൈറോയിഡ് വരുന്നു, ലങ്സ്, ലിവർ, ബൈലിയറി സിസ്റ്റം, സ്റ്റൊമക്ക്, പാങ്ക്രിയാസ്. ഇതിനെ നമുക്ക് ഫോർഗട്ടിന് വേണമെങ്കിൽ ഇതിനും കൂടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മളിവിടെ കണ്ടത്. പിന്നെ അതേപോലെ മിഡ് ഗട്ടിൽ നിന്ന് എപ്പോഴും നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് ഫോം ചെയ്യുന്നു. ആൻഡ് ഹൈൻ ഗട്ടിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈൻസ് ഫോം ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ബേസിക്കലി ഇറ്റ്. അപ്പോൾ ഇതിനും കൂടെ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഈ എൻഡോഡോം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇന്നർ മോസ്റ്റ് ജേം ലെയർ ആണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് റൈസസ് ടു ദി മോസ്റ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓർഗൻ. അപ്പോൾ നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഒരുപാടായിട്ട് ഫോം ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇപ്പോൾ ഫോർഗട്ടിൽ നിന്ന് നമ്മൾ കണ്ട പോലെ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഡ്യൂയോഡിനം, ലിവർ, ഗോൾ ബ്ലാഡർ, ബൈൽ ഡക്ട്, പാങ്ക്രിയാസ്, ട്രക്ക് ആൻഡ് ദ ലങ്സ്, ഇതെല്ലാം ഇതിൻ്റെ അകത്താണ്. അപ്പോൾ മിഡ് ഗട്ടിൽ നിന്ന് നമുക്ക് ഓൾറെഡി അറിയാം നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡിയോഡിനുണ്ട്, ജിജിനുണ്ട്, ഇലിയമുണ്ട്, സീക്കം, അപ്പൻഡിക്സ്, അസെൻഡിങ് കോളൺ. അപ്പോൾ അസെൻഡിങ് കോളൺ ഇവൻ്റെ ഭാഗത്തിൽ വന്നു. നമ്മളുടെ എൻറ്റയർ കോളൺ നമ്മളുടെ ഹൈൻഗട്ടിലേക്ക് കൊടുത്തില്ല. ഇതിനും കൂടെ ഡീറ്റെയിൽ നോക്കുമ്പോൾ പിന്നെ ഹൈൻഗട്ട് നോക്കുവാണെങ്കിൽ നമ്മളുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻസ് ആണ് വരുന്നത്. അതിൻ്റെ നമ്മളുടെ എന്താ പറയുക ഡിസ്റ്റൽ 1/3 ഓഫ് ദി ട്രാൻസ്വേഴ്സ് കോളൺ. അപ്പോൾ കോളൺ 3 ഭാഗം അല്ലെ, ലാർജ് ഇൻറ്റസ്റ്റൈൻ 3 ഭാഗമായിട്ടുണ്ട്. അസെൻഡിങ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് ഉണ്ട്, ഡിസെൻഡിങ് ഉണ്ട്, പിന്നെ സിഗ്മോയിഡ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ലാർജ് ഇൻറ്റസ്റ്റൈൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ അസെൻഡിങ്ങും പിന്നെ അതേപോലത്തെ നമ്മളുടെ 2/3 ഭാഗങ്ങൾ വരുന്നത് നമ്മളുടെ മിഡ് ഗട്ടിൽ നിന്നാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അസെൻഡിങ് കോളണും അതേപോലെ 2/3 ഓഫ് ദിസ് ട്രാൻസ്വേഴ്സ് കോളനും വന്നേക്കുന്നത് മിഡ് ഗട്ടിൽ നിന്നാണ്. ആൻഡ് ദെൻ നമ്മളുടെ ഹൈൻഗട്ട് ഭാഗത്തിലേക്ക് ബാക്കിയുള്ള 1/3 ആണ് നമ്മളുടെ ഹൈൻഗട്ടിലേക്ക് പോയേക്കുന്നത്. പിന്നെ അതേപോലെ അവിടെ നിന്നുണ്ട് ഡിസെൻഡിങ് കോളൻ അവരുടെ ഭാഗമാണ്. അതേപോലെ തന്നെ സിഗ്മോയിഡ് കോളൻ, റെക്റ്റം, അപ്പർ പാർട്ട് ഓഫ് ദി ഏനൽ കനാൽ, എപ്പിത്തീലിയം ഓഫ് ദി യൂറിനറി ബ്ലാഡർ, ഇതെല്ലാം ഹൈൻഗട്ടിൽ നിന്ന് ഫോം ചെയ്യുന്നു. സോ വളരെ സിമ്പിളാണ് എൻഡോഡോം. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവും ഡൈജസ്റ്റീവ് സിസ്റ്റവും അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് എൻഡോഡോം ഡിവൈഡ് ചെയ്യുന്നു. വളരെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്ലാസ് ഇന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബേസിക്സ് ഓഫ് എംബ്രിയോളജി നോക്കി, നമ്മളുടെ ഓരോ ജേം ലെയേഴ്സ് എൻഡോഡോം, എക്ടോഡോം, മീസോഡോം ഒക്കെ എന്തായി മാറുന്നു, അതിൻ്റെ ഓരോ ഫൈനലി അതെന്തൊക്കെയായിട്ട് മാറുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളുടെ ഒട്ടുമിക്ക എക്സാംസിൽ ചോദിക്കുന്നൊരു സാധനമാണ്. വളരെ ബേസിക്സുമാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു FMG ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ എഴുതിയ എക്സാംസിലൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്.
അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ FMG അല്ലെങ്കിൽ BBS സ്റ്റുഡൻസിനായിട്ടുള്ള കവർ ചെയ്യുന്നത് ഞാനാണ്. പിന്നെ അതേപോലെ നഴ്സിംഗ് സ്റ്റുഡൻസിനായിട്ട് നമ്മൾക്കൊരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള നഴ്സ് ഉണ്ട്, പുള്ളിക്കാരിയാണ് നഴ്സിംഗ് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.